ഹായ്, നമസ്കാരം. ഏവർക്കും PSC ക്ലൈംബറിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ ഒരാഴ്ച 3 പാഠങ്ങളായിരുന്നു മനുഷ്യ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആയിരുന്നു. 9ാം ക്ലാസ്സിലെ പാഠങ്ങളായതുകൊണ്ട് തന്നെ കുറച്ച് ലോങ് ആയിരുന്നു ചാപ്റ്റേഴ്സ് ഒക്കെ തന്നെ അല്ലേ. ഏകദേശം ഒരു 40 മിനിറ്റ്സ് എബവ് ഉള്ള 3 ക്ലാസ്സുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഈ 3 ചാപ്റ്റേഴ്സും അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ ചാപ്റ്ററിലും ഏറ്റവും റീസെൻ്റ് ആയിട്ട് PSC ചോദിച്ച ക്വസ്റ്റ്യൻ, അതായത് LGSൽ ചോദിച്ച ക്വസ്റ്റ്യൻസും ഒക്കെ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾ ആ ക്ലാസ്സുകൾ തീർച്ചയായിട്ടും കാണുക. അതിനുശേഷം നന്നായി റിവൈസ് ചെയ്തിട്ട് വേണം ഈ ഒരു മോക്ക് ടെസ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു PYQ സെഷൻ നിങ്ങൾ അറ്റൻഡ് ചെയ്യാനിരിക്കുക. ഓക്കെ, നമ്മൾ എപ്പോഴും പറയുന്ന കാര്യങ്ങളാണ്. സോ ഇത് നമ്മുടെ വീക്ക് 4 ആണ്. വീക്ക് 3 വരെയുള്ള 3 ഇതേപോലെയുള്ള മോക്ക് ടെസ്റ്റുകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നിങ്ങളുടെ എന്തുമാത്രം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഒന്ന് ചെക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 20 ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 20 ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ PSC ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ള കാര്യം കൂടി കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ആദ്യത്തെ ക്വസ്റ്റ്യനൊക്കെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ നിന്ന് പല സ്റ്റേറ്റ്മെന്റുകളും അല്ലാതെ ഓരോ സിംഗിൾ ക്വസ്റ്റ്യൻ ആയിട്ടുള്ള രീതിയിലും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കാം. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. അപ്പോൾ 4 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ഒന്നാമത്തേതാണ്, ഹൃദയത്തിൽ നിന്ന് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും അവിടെ നിന്ന് തിരിച്ച് ഹൃദയത്തിലേക്കും രക്തം ഒഴുകുമ്പോൾ 2 തവണ ഹൃദയ അറകളിലൂടെ കടന്നു പോകുന്നു. ഇത് ദ്വിപര്യനം എന്ന് അറിയപ്പെടുന്നു. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്, സിസ്റ്റമിക് പര്യനവും പൾമനറി പര്യനവും ചേർന്നതാണ് ദ്വിപര്യനം. ഇനി അടുത്ത മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, പൾമനറി പര്യനം ഇടത് വെൻട്രിക്കിളിൽ തുടങ്ങി വലത് ഏട്രിയത്തിൽ അവസാനിക്കുന്നു. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ്, സിസ്റ്റമിക് പര്യനം വലത് വെൻട്രിക്കിളിൽ തുടങ്ങി ഇടത് ഏട്രിയത്തിൽ അവസാനിക്കുന്നു. സോ അപ്പൊ നിങ്ങൾ കൃത്യമായിട്ടൊന്ന് സ്റ്റേറ്റ്മെന്റ്സ് വായിച്ചു നോക്കുക. നമുക്ക് ആൻസറിലേക്ക് വരാം. കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ്. അതായത് 1ഉം 2ഉം പ്രസ്താവനകൾ മാത്രമാണ് ശരിയായിട്ടുള്ളത്. ബാക്കി പൾമനറി പര്യനം പറഞ്ഞിരിക്കുന്നതും അതേപോലെ സിസ്റ്റമിക് പര്യനവും പറഞ്ഞിരിക്കുന്നത് എന്താണ്, നേരെ ഓപ്പോസിറ്റ് ആണല്ലേ അത് വരേണ്ടത്. അപ്പൊ അവിടെയാണ് തെറ്റിപ്പോയിരിക്കുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. പോർട്ടൽ രക്തപര്യനവുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ ചുവടെ ചേർക്കുന്നു. ശരിയായവ കണ്ടെത്തുക. ഈ ഒരു പോർട്ടൽ രക്തപര്യനവുമായിട്ട് ബന്ധപ്പെട്ട് LGSന്റെ വിവിധ സ്റ്റേജുകളിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2024 ഇനി നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന പല പരീക്ഷകളിലും ഈ ഒരു ടോപ്പിക്കിൽ നിന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് എന്തായാലും ക്വസ്റ്റ്യനിലേക്ക് വരാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്, ചില സിരകൾ ഹൃദയത്തിൽ എത്താതെ അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തം വഹിക്കുന്നു. ഇത്തരം സിരകളാണ് പോർട്ടൽ സിരകൾ. അടുത്തത്, പോർട്ടൽ സിരകൾ ഒരു അവയവത്തിൽ നിന്ന് ലോമികകളായി ആരംഭിച്ച് മറ്റൊരു അവയവത്തിൽ ലോമികകളായി അവസാനിക്കുന്നു. അടുത്തത്, പോർട്ടൽ സിരകൾ ഉൾപ്പെട്ട രക്തപര്യനമാണ് പോർട്ടൽ വ്യവസ്ഥ. ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, പോർട്ടൽ വ്യവസ്ഥയ്ക്ക് ഉദാഹരണമാണ് ഹെപ്പറ്റിക് പോർട്ടൽ വ്യവസ്ഥ. വായിച്ചു പോകുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എല്ലാ സ്റ്റേറ്റ്മെന്റും എന്താണ്, ശരിയാണ്. സോ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റിലേക്ക് പോവാം. സിസ്റ്റോളിക് പ്രഷർ, ഡയസ്റ്റോളിക് പ്രഷർ എന്നിവയുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ ചുവടെ ചേർക്കുന്നു. ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. സോ അപ്പോൾ പ്രസ്താവനകൾ നിങ്ങൾ കൃത്യമായിട്ടൊന്ന് വായിച്ചു നോക്കുക. ഒന്നാമത്തെ പ്രസ്താവന, ഒരു തവണ ഹൃദയം സങ്കോചിക്കുമ്പോൾ ഏകദേശം 70 മില്ലിലിറ്റർ രക്തം ധമനികളിലേക്ക് പമ്പ് ചെയ്യപ്പെടുന്നു. ഈ അധിക രക്തം ധമനികളിൽ ഏർപ്പിക്കുന്ന മർദ്ദമാണ് സിസ്റ്റോളിക് പ്രഷർ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഹൃദയം പൂർണ്ണമായി വികസിക്കുമ്പോൾ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുന്ന രക്തം ധമനികളിൽ ഏൽപ്പിക്കുന്ന കുറഞ്ഞ മർദ്ദമാണ് ഡയസ്റ്റോളിക് പ്രഷർ. മൂന്നാമത്തേത്, സിസ്റ്റോളിക് പ്രഷർ 80 mm of Hg ആണ്. ഡയസ്റ്റോളിക് പ്രഷർ 120 mm of Hg ആണ്. അപ്പോൾ ഈ തന്നിട്ടുള്ളതിൽ ഏതൊക്കെയാണ് തെറ്റായിട്ട് വന്നിട്ടുള്ളത്? 3ഉം 4ഉം ആണ് അല്ലെ. സിസ്റ്റോളിക്കിന്റെ തന്നിരിക്കുന്നത് 80 ആയിരുന്നു, അത് 120 ആണ് വരേണ്ടത്. 120 mm Hg ആണ്. ഡയസ്റ്റോളിക്ക് നേരെ തിരിച്ച് 80 mm Hg ആണ് വരേണ്ടത്. അപ്പൊ അതാണ് തെറ്റിപ്പോയത്. 3ഉം 4ഉം തെറ്റിപ്പോയി. സോ ഒന്നാമത്തെയും രണ്ടാമത്തെയും പ്രസ്താവനകൾ ശരിയാണ്. ക്വസ്റ്റിനിൽ ചോദിച്ചിട്ടുള്ളത് ശരിയായ പ്രസ്താവനകൾ ഏതെന്ന. സോ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. ഹൃദയത്തിൽ നിന്ന് രക്തത്തെ സംവഹിക്കുന്ന ഇലാസ്തികതയുള്ളതും കനം കൂടിയ ഭിത്തിയോട് കൂടിയതുമായ രക്തക്കുഴലുകളാണ് സിരകൾ. നമ്മൾ പറഞ്ഞാലേ ഹൃദയത്തിന്റെ ആ ഒരു ഡയഗ്രാം ഒക്കെ വെച്ച് നമ്മൾ മഹാസിരകളെ പറ്റിയൊക്കെ പറഞ്ഞാണ്. അപ്പം ഹൃദയത്തിൽ നിന്ന് രക്തം സംവഹിക്കുന്ന
ഇലാസ്തികതയുള്ളതും കനം കൂടിയ ഭിത്തിയോട് കൂടിയുമുള്ള രക്തക്കുഴലാണ് സിരകൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ശരിയാണോ തെറ്റാണോ നിങ്ങൾ ആലോചിക്കുക കേട്ടോ. അടുത്തത് രക്തത്തെ ഹൃദയത്തിലേക്ക് സംവഹിക്കുന്ന ഉള്ളിൽ വാൽവുകൾ ഉള്ള കനം കുറഞ്ഞ ഭിത്തിയോട് കൂടിയ രക്തക്കുഴലുകളാണ് ധമനികൾ. അതും ആലോചിച്ച് നോക്കുക ശരിയാണോ തെറ്റാണോ. ദെൻ ഭിത്തിയിൽ അതിസൂക്ഷ്മ സുഷിരങ്ങളുള്ള ഒറ്റനിര കോശങ്ങൾ കൊണ്ട് നിർമ്മിതമായ ഭിത്തിയുള്ള രക്തക്കുഴലുകളാണ് ലോമികകൾ. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ലോമികകളിൽ വാൽവുകൾ കാണപ്പെടുന്നില്ല. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കിട്ടിക്കാണും ആൻസർ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. 3ഉം 4ഉം മാത്രമാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. 1ഉം 2ഉം തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ നൽകിയിരിക്കുന്നത് ശ്വസന വ്യവസ്ഥയുടെ ഏത് ഭാഗമാണെന്ന് തിരിച്ചറിയുക. ഒന്നാമത്തെ പോയിന്റ് ഇതാണ് തരുണാസ്ഥി വലയങ്ങൾ കാണപ്പെടുന്നു. ദെൻ ശ്വാസനാളത്തിന്റെ ശാഖകൾ, ഇവയുടെ അഗ്രശാഖകൾ ശ്വസനിക എന്നറിയപ്പെടുന്നു. കറക്റ്റ് ആൻസർ ഇത് ഏത് ഭാഗത്തെ പറ്റിയാ പറഞ്ഞിരിക്കുന്നത്? ഓപ്ഷൻ സി ആണ് അല്ലെ, ശ്വസനിയെ പറ്റിയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ തരുണാസ്ഥി വലയങ്ങൾ കാണപ്പെടുന്ന കാര്യമൊക്കെ. ആറാമത്തെ ക്വസ്റ്റ്യൻ, ശ്വാസകോശത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഇരട്ട സ്ഥലം ഏത്? ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ആൻസർ കിട്ടിക്കാണും. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, പ്ലൂറയാണ്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, നിശ്വാസ സമയത്തെ മാറ്റങ്ങൾ തിരഞ്ഞെടുക്കുക. അപ്പോൾ ഇവിടെ കുറച്ച് സ്റ്റേറ്റ്മെന്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിശ്വാസ സമയത്ത് സംഭവിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ എ ആണ്. വായു പുറന്തള്ളപ്പെടുന്നു, അതേപോലെ ഡയഫ്രം പൂർവ്വസ്ഥിതിയിലാവുന്നു. ഇത് രണ്ടുമാണ് നിശ്വാസ സമയത്ത് ഈ തന്നിട്ടുള്ളതിൽ സംഭവിക്കുന്നത്. ബാക്കി വായു ഉള്ളിലേക്ക് എടുക്കുന്നതും ഔരസാശയ വ്യാപ്തം കൂടുന്നതും ഏതാണ്? ഉച്ഛ്വാസ സമയത്തെ കാര്യങ്ങളാണ്. അടുത്തത്, അരുണ രക്താണുക്കളെ പറ്റി ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയായത് കണ്ടെത്തുക. കറക്റ്റ് ആൻസർ ഏതാണ്? ഇവയെല്ലാം എന്നുള്ളതാണ് അല്ലെ. അതായത് ഡിസ്കിന്റെ ആകൃതിയാണ്. 1 മില്ലി രക്തത്തിൽ 45 ലക്ഷം മുതൽ 60 ലക്ഷം വരെ കാണപ്പെടുന്നുണ്ട്. ന്യൂക്ലിയേഴ്സോ കോശാംഗങ്ങളോ ഇല്ലാത്തവരാണ് അരുണ രക്താണുക്കൾ. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. അടുത്ത 9ാമത്തെ ക്വസ്റ്റ്യൻ, കോശശ്വസനത്തിന്റെ ഏത് ഘട്ടമാണ് മൈറ്റോകോൺട്രിയയിൽ വെച്ച് നടക്കുന്നത്? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ക്രബ്സ് പരിവൃത്തിയാണ് അല്ലെ. നമ്മൾ പഠിച്ചിട്ടുണ്ട് കോശ ശ്വസനം അഥവാ സെല്ലുലാർ റെസ്പിറേഷന് 2 ഘട്ടങ്ങളുണ്ട്. ഒന്നാമത്തത് ഗ്ലൈക്കോളിസിസ് ആണ്, രണ്ടാമത്തത് ക്രബ്സ് പരിവൃത്തിയാണ്. ഗ്ലൈക്കോളിസിസ് നടക്കുന്നത് സൈറ്റോപ്ലാസത്തിൽ വെച്ചിട്ടാണ്, ക്രബ്സ് പരിവൃത്തി നടക്കുന്നത് മൈറ്റോകോൺട്രിയയിൽ വെച്ചിട്ടാണ്. സോ കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ്. 10ാമത്തെ ക്വസ്റ്റ്യൻ, മനുഷ്യ രക്തത്തിലെ ഹീമോഗ്ലോബിനുമായി യോജിക്കാത്ത പ്രസ്താവന ഏത്? ഹീമോഗ്ലോബിനുമായി യോജിക്കാത്ത പ്രസ്താവന ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് അല്ലെ. പ്ലാസ്മയിൽ കാണപ്പെടുന്നു എന്നുള്ളത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. ഹീമോഗ്ലോബിൻ എവിടെയാണ് കാണപ്പെടുന്നത്? നമ്മൾ പഠിച്ചതാണ്, ചുവന്ന രക്താണു അല്ലെ, അരുണ രക്താണുക്കൾ അല്ലെങ്കിൽ RBCയിലൊക്കെയാണ് കാണപ്പെടുന്നത്. ബാക്കി പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഒക്കെ ശരിയാണ് അല്ലെ. എന്തൊക്കെയാണ്? രക്തത്തിൽ ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് ഇവ സംവഹിക്കാൻ സഹായിക്കുന്നു. പിന്നെ മാംസ്യവും ഇരുമ്പും അടങ്ങിയിരിക്കുന്നു. ദെൻ ചുവന്ന രക്താണുവിൽ കാണപ്പെടുന്നു. സോ തെറ്റായിട്ടുള്ളത് ബി മാത്രമാണ്. അടുത്തത്, മനുഷ്യ ഹൃദയത്തിന്റെ അറകളായ ഇടത് ഏട്രിയത്തിനും ഇടത് വെൻട്രിക്കിളിനും ഇടയിൽ കാണപ്പെടുന്ന വാൾവിന്റെ പേര് എഴുതുക. എന്താണ്? ദ്വിദള വാൽവ് അല്ലെങ്കിൽ എന്താണ്? ബൈകസ്പിഡ് വാൽവ്. ത്രിദള വാൽവ് അല്ലെങ്കിൽ ട്രൈകസ്പിഡ് വാൽവ് എവിടെയാണ് കാണപ്പെടുന്നത്? അത് വലത് ഏട്രിയത്തിനും വലത് വെൻട്രിക്കിളിനും ഇടയിലാണ്. ഓക്കെ, അപ്പൊ അത് രണ്ടും ഒന്ന് ഓർത്ത് വെച്ചേക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ശരാശരി ബ്ലഡ് പ്രഷർ എത്രയാണ്? എല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ് അല്ലെ. 120/80 mmHg ആണ് ശരാശരി ബ്ലഡ് പ്രഷർ. അടുത്ത ക്വസ്റ്റ്യൻ, ഡയഫ്രം എന്ന ശരീരഭാഗം ഏത് അവയവവുമായി ബന്ധപ്പെട്ടതാണ്? ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? ഓപ്ഷൻ സി ആണ്, ശ്വാസകോശവുമായി ബന്ധപ്പെട്ടതാണ്. 14ാമത്തെ ക്വസ്റ്റ്യൻ, രക്തത്തിലെ ഹീമോഗ്ലോബിൻ നിർമ്മാണത്തിന് ആവശ്യമായ ഘടകം ഏതാണ്? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ഇരുമ്പാണ്. ഇത് ഏറ്റവും റീസെന്റ് ആയിട്ട് നടന്ന LGS 4th സ്റ്റേജിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. രക്തത്തിലെ ഹീമോഗ്ലോബിൻ നിർമ്മാണത്തിന് ആവശ്യമായ ഘടകം ഇരുമ്പാണ്. ഇനി ഈ ക്വസ്റ്റ്യനും അതേ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നതാണ്. എംഫസീമ രോഗം ബാധിക്കുന്ന അവയവം ഏത്? എംഫസീമ രോഗം ബാധിക്കുന്ന അവയവം ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ശ്വാസകോശമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പുകവലി മൂലം ശ്വാസകോശത്തിന് ഉണ്ടാകുന്ന രോഗം. ഇത് കുറച്ച് അതിനു മുമ്പ്, അതായത് ഞാൻ ഈ പറഞ്ഞ പരീക്ഷയ്ക്ക് ഒരു 3-4 മാസം മുമ്പ് നടന്ന ഒരു പരീക്ഷയിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. പുകവലി മൂലം ശ്വാസകോശത്തിന് ഉണ്ടാകുന്ന രോഗം ഏതാണ്? എംഫസീമ. അപ്പൊ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പഠിച്ചിട്ട് പോയ ഒരാൾക്ക് ഈ LGSന് ആൻസർ ചെയ്യാൻ പറ്റും. കാരണം എന്താണ്? നേരെ തിരിച്ചാണ് ആ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അല്ലെ. എംഫസീമ ഏത് അവയവത്തിനെ ബാധിക്കുന്നു കേട്ടോ. അപ്പൊ അതാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അത്രയും ഇമ്പോർട്ടന്റ് ആണെന്ന് പറയാൻ കാര്യം. 17ാമത്തെ ക്വസ്റ്റ്യൻ, ശരീരത്തിലെ പ്രധാന വിസർജന അവയവം ഏതാണ് ശരീരത്തിലെ പ്രധാന വിസർജനാവയം? നമുക്കറിയാം, കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, വൃക്കയാണ്. 18ാമത്തെ ക്വസ്റ്റ്യൻ, മനുഷ്യ ശരീരത്തിൽ യൂറിയ നിർമ്മിക്കപ്പെടുന്ന അവയവം ഏത്? യൂറിയ നിർമ്മിക്കപ്പെടുന്നത് എവിടെയാണ്?
കരളിലാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്തത് നെഫ്രൈറ്റിസ് രോഗം ബാധിക്കുന്ന മനുഷ്യ ശരീരഭാഗം ഏതാണ്? ഏത് അവയവത്തെയാണ് നെഫ്രൈറ്റിസ് ബാധിക്കുന്നത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, വൃക്കയാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. മനുഷ്യനിൽ ഒരു ജോഡി വൃക്കകളാണുള്ളത്. ഉദരാശയത്തിൽ നട്ടലിന്റെ ഇരുവശങ്ങളിലായാണ് വൃക്ക കാണപ്പെടുന്നത്. അടുത്തത്, നെഫ്രോണുകളാണ് വൃക്കയുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകങ്ങൾ. ലാസ്റ്റ് ഓപ്ഷൻ എല്ലാം ശരിയാണ്. നമുക്ക് വായിച്ചപ്പോൾ തന്നെ മനസ്സിലായി എന്താണ് പറഞ്ഞിട്ടുള്ള എല്ലാം ശരിയാണ് അല്ലെ. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്, തെറ്റുള്ള പ്രസ്താവനകളൊന്നും തന്നെ ഇല്ല. ഓക്കെ, അപ്പൊ അങ്ങനെ 20 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കിയത്. സോ ഇതിൽ നിങ്ങൾക്ക് എത്ര മാർക്കാണ് കിട്ടിയിട്ടുള്ളത് എന്ന് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക കേട്ടോ.